എല്ലാവർക്കും നമസ്കാരം. ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ആദ്യം നമുക്ക് ക്ഷേത്രത്തിൽ എങ്ങനെ എത്തിച്ചേരാമെന്ന് നോക്കാം. ഇങ്ങനെ രണ്ട് ആപ്പുണ്ടെങ്കിൽ നമുക്ക് സുഖമാണ്. വേർ ഈസ് മൈ ട്രെയിൻ എന്ന ആപ്പിൽ കയറിയിട്ട് ഇങ്ങനെ കായംകുളം ജംഗ്ഷൻ ഹരിപ്പാട് എന്ന് എഴുതി കൊടുക്കുക. അതിൽ ട്രെയിനുകളുടെ രണ്ട് സമയം കാണിക്കും. ഒന്ന് ഗുരുവായൂർ എക്സ്പ്രസ്സും രണ്ടാമത്തത് കൊല്ലം ആലപ്പുഴ മെമു. മെമുവിൽ കയറിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റോപ്പാണ് നമുക്ക് ഇറങ്ങേണ്ടത്. മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ മണ്ണാർശാലയിലേക്കുള്ള റൂട്ട് തന്നെയാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്കുള്ള വഴിയും. NH റോഡിൻ്റെ പണി നടക്കുകയാണ്. അപ്പോൾ അവിടെ വലതുവശത്തേക്കാണ് നമ്മുടെ ബസ് തിരിയുന്നത്. റെയിൽവേൻ്റെ ഏകദേശം അടുത്ത് തന്നെയാണ് KSRTC ബസ് സ്റ്റാൻഡും. അവിടെ നിന്ന് നമുക്ക് അപ്പം തന്നെ നമുക്കൊരു KSRTC ബസ് കാണാൻ പറ്റും. ഈ ബസ് ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് കൂടെ തന്നെയാണ് പോകുന്നത്. നമുക്ക് ആ ഭാഗത്ത് തന്നെ നമുക്ക് ബസ് ഇറങ്ങാൻ വേണ്ടി പറ്റും. ഈ ബസ് ഈ ഇടതുവശത്തേക്ക് തിരിഞ്ഞില്ലേ, ആ ഭാഗത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആ കൂടുതൽ ലൈറ്റ് കാണുന്ന ഭാഗമാണ് ക്ഷേത്രത്തിൻ്റെ കവാടം. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഇങ്ങനെയാണ്. പരശുരാമനാണ് ഈ വിഗ്രഹം പൂജിച്ചതെന്ന് പറയപ്പെടുന്നു. പുരാതന കാലത്ത് ആ നാട്ടിലെ ഒരു നാട്ടുപ്രമാണിക്ക് സ്വപ്ന ദർശനമുണ്ടായി. കായംകുളത്തെ ഏതോ ഒരു ഭാഗത്ത് ഒരു വിഗ്രഹമുണ്ടെന്ന്. പിന്നീട് ആ നാട്ടിലെ മറ്റു നാട്ടുപ്രമാണികളെല്ലാം ചേർന്ന് ഈ വിഗ്രഹം കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചു. അങ്ങനെ നാട്ടുപ്രമാണികൾ ആ വിഗ്രഹം കണ്ടെത്തുകയും ആ സമയം ആകാശത്ത് ഒരു കൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറക്കുകയും ചെയ്തു. വിഗ്രഹം പുറത്തെടുത്ത സമയത്ത് അതിൻ്റെ തേജസ് അവിടെ ആകമാനം പ്രകാശിച്ചു എന്നും പറയപ്പെടുന്നു. പിന്നീട് പ്രതിഷ്ഠ ചെയ്യുന്ന കാര്യത്തിൽ അവർക്കിടയിൽ ആശയക്കുഴപ്പം വന്നു. പ്രശ്നപരിഹാരം നോക്കിക്കണ്ട് ഇവിടെ പ്രതിഷ്ഠ ചെയ്യുകയും ചെയ്തു. ഇവിടുത്തെ പ്രതിഷ്ഠ ബാലമുരുകനായിട്ടല്ല, താരകാസുര വധത്തിന് ഉഗ്രശക്തിയായിട്ടുള്ള ദേവസേനാപതിയുടെ ഭാവമായിട്ടാണ് ഈ പ്രതിഷ്ഠയുള്ളത്. 4 അടിയിലേറെ ഉയരമുള്ള ഈ പ്രതിഷ്ഠ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. ക്ഷേത്ര ദർശന സമയം നട തുറക്കുന്നത് 4 മണിക്കാണ്. 4:30 നിർമാല്യം, 6:30 ഉഷപൂജ, 7:30 എതിരേൽപ്പ് പൂജ, 8:30 പന്തീരടി പൂജ, 10:30 ഉച്ചപൂജ, 11:30 നട അടയ്ക്കുന്നത്. പിന്നീട് വൈകിട്ട് 5 നട തുറന്ന് 6:30 സൂര്യാസ്തമയ സമയത്ത് ദീപാരാധനയും 7:30 അത്താഴ പൂജയും 8 നട അടയ്ക്കലുമാണ്. വിശേഷ ദിവസങ്ങളിൽ ഈ സമയക്രമങ്ങളിൽ മാറ്റം വരാവുന്നതാണ്. 8 ഏക്കറോളം വരുന്ന വിശാലമായ ചുറ്റുമതിൽ കെട്ടിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തൊട്ടടുത്ത് തന്നെ പ്രധാന ശ്രീകോവിലിൻ്റെ തെക്ക് വശത്ത് ദക്ഷിണാമൂർത്തിയും തൊട്ടടുത്ത് ഗണപതിയും മുമ്പിലായി പഞ്ചമി ദേവിയും അതിനടുത്ത് യക്ഷിയമ്മയും ഗോശാല കൃഷ്ണനും കാണാം. ഗോശാല കൃഷ്ണൻ്റെ ഉള്ളിൽ കയറി നമുക്ക് വലം വയ്ക്കാം. പിന്നീട് ശാസ്താവിനെ കാണാം. നാഗരാജ യക്ഷിയമ്മയെയും ഇവിടെ ആരാധിക്കുന്നു. ഇവിടെ 10 ദിവസത്തെ ഉത്സവമാണ്. അതിൽ ചിത്തിര, ആവണി, മാർഗഴി എന്നിവയാണ് പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ. ഇതിൽ ചിത്തിര ഉത്സവം സുബ്രഹ്മണ്യനെ സ്മരിച്ചും, ആവണി ഉത്സവം വിഷ്ണുവിനെ സ്മരിച്ചും, മാർഗഴി ഉത്സവം മഹാദേവനെ സ്മരിച്ചും കൊണ്ടാടപ്പെടുന്നു. പള്ളിവേട്ടയും തൈപ്പൂയ കാവടിയാട്ടവും ഉണ്ട്. ഇവിടെ കഥകളി, ഓട്ടൻതുള്ളൽ എന്നീ ക്ഷേത്ര കലാരൂപങ്ങളും അരങ്ങേറാറുണ്ട്. ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് വലിയൊരു അരയാൽ മരവും അതിനോടടുത്ത് ഒരു കുളവും സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്ര ചുറ്റുമതിലിൻ്റെ പുറത്ത് വടക്കായി വലിയ മനോഹരമായ ഒരു കുളവും അരയാലുമുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് റോഡിൻ്റെ എതിർവശത്തായി ഹനുമാൻ ക്ഷേത്രവും ഉണ്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടാണ് വെറ്റിലമാല. അവിടെ നവഗ്രഹ പ്രതിഷ്ഠകളും ശാസ്താവ്, ഗണപതി എന്നീ പ്രതിഷ്ഠകളുമുണ്ട്. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളാണ് തുലാഭാരം, കാവടിയാട്ടം, നെയ്വിളക്ക് തുടങ്ങിയവ. പ്രധാനമായും ഞങ്ങളുടെ ചാനലിൽ ക്ഷേത്രങ്ങളെക്കുറിച്ചും ക്ഷേത്രാചാരങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.